റാറ്റ് ഫാസ്റ്റ് ഓഫ് ചലഞ്ച് എടുത്തിരിക്കുക. ഇപ്പൊ റാറ്റ് വർക്കൗട്ട് ചെയ്യുന്ന റാറ്റ് തോന്നുന്ന സമയത്ത് രാവിലെ വർക്കൗട്ട് ചെയ്യും, ഉച്ചയ്ക്ക് വർക്കൗട്ട് ചെയ്യും, രാത്രി വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെ തോന്നുന്ന സമയത്ത് ഒരു മാസമായിട്ട് റാറ്റ് വർക്കൗട്ട് ചെയ്യും. ബട്ട് ഒരു ചേഞ്ചും അവന്റെ ബോഡിയിൽ ഒരു മാസം വർക്കൗട്ട് ചെയ്തിട്ടും ഉണ്ടായിട്ടില്ല. ബട്ട് ഈഗിൾ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുന്ന, ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്ന, മെഡിറ്റേഷൻ ചെയ്യുന്ന, മലയുടെ മണ്ടയിൽ താമസിക്കുന്ന, രാവിലെ എണ്ണീച്ച് അവൻ ട്രൈബിന് വേണ്ടി ഫുഡ് ഹണ്ട് ചെയ്ത് പിടിക്കുന്നു. അത്രമാത്രം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഈഗിൾ. ഞാൻ ഓർക്കുന്നുണ്ട് ബ്രോ, ഞാൻ ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നപ്പോഴാണ് കുറെ കാര്യങ്ങൾ എന്റെ മൈൻഡിൽ കൂടെ പോയത്. ഞാൻ സമയം നോക്കിയപ്പോ 10 മണിയായി. എനിക്ക് 12 മണിയാവുമ്പോൾ കോളേജിൽ സീരീസ് എക്സാം. 7 മണിയായപ്പോഴത്തേക്ക് കോളേജ് ബസ് പോയി. ഇനി എനിക്ക് അവിടെ ചെല്ലണമെങ്കിൽ കുറെ പ്രൈവറ്റ് ബസ് കയറിയിട്ടാണ് എനിക്ക് അവിടെ ചെല്ലാൻ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും പഠിക്കുന്ന ഒരാളൊന്നും അല്ല. ഞാൻ എക്സാമിന് മുമ്പ് മാത്രം പഠിക്കുന്ന ആളാണ്. പഠിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് മറന്നു പോകുന്നതായിട്ട് തോന്നി. എനിക്കിനി എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അതുമല്ല, പിറ്റേ ദിവസത്തേക്ക് ഞാൻ എടുത്തു വെച്ച കോപ്പി കുറച്ചുണ്ടായിരുന്നു. അത് ഞാൻ എഴുതിയിട്ട് പോലും ഇല്ല, ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിനി എഴുതണം, എനിക്ക് ടൈം ഇല്ല. ഞാൻ അങ്ങനെ ചിന്തിച്ച് ഏറ്റവും അവസാനം ഒരു തീരുമാനം എടുത്തു, ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ബ്രോ നമുക്ക് ഇങ്ങനെ പറ്റുന്നത്? നമുക്ക് എന്താണ്, നമ്മൾ വിചാരിച്ചൊരു സമയത്ത് കറക്റ്റ് ആയിട്ട് എണ്ണിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിച്ചതിന്റെ കൂട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിച്ചതിന്റെ കൂട്ട് നമുക്ക് ഈ ഫോൺ അഡിക്ഷൻ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒക്കെ നിർത്തി സമാധാനമായിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഒരുപാട് കെയർ ചെയ്ത് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ പറ്റാത്തത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹാബിറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു ഹാബിറ്റ് നിങ്ങൾക്കില്ലെങ്കിൽ, ഒരു കറക്റ്റ് ആയിട്ടുള്ള റുട്ടീൻ ഇല്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് ഒരു ഈഗിളിന്റെ ലൈഫ് സ്റ്റൈൽ നമുക്കില്ലെങ്കിൽ നമുക്ക് അധിക കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാതെ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ സ്വിസ് ബാക്ക് വേണം, ഭയങ്കര സ്ട്രെറ്റക് ബോഡി വേണം എന്നൊന്നുമല്ല, ബട്ട് ഒരു അസ്തറ്റിക് ആയിട്ടുള്ള ബോഡി വേണം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമുക്ക് അത് എന്തുകൊണ്ടാണ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്? നമുക്കൊരു ഹാബിറ്റ് ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പൈസ വേണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് നമുക്ക് എന്താണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്? നമുക്കൊരു ഹാബിറ്റ് ഇല്ലാതെ ഒരു സ്ട്രിക്ട് റൂളിൽ കൂടെ നമ്മൾ ആ പെയിനെ സ്കിപ്പ് ചെയ്യാതെ, ആ പെയിനെ എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിന്നും റിസൾട്ട് കിട്ടത്തുള്ളൂ. ബ്രോ, ഞാൻ നിങ്ങളോട് ഉറപ്പ് വരുന്നു, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ യൂട്യൂബറിന്റെ കൂട്ടി ഞാൻ നിങ്ങളോട് ഇന്ന് പൊട്ടത്തരം പറയത്തില്ല. ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള, ലോജിക്കൽ ആയിട്ടുള്ള, ട്രൂത്ത് ആയിട്ടുള്ള, ഞാൻ ചെയ്തു നോക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ബ്രോ, നിങ്ങൾക്കുടെ ഈ സെൽഫ് ബിലീഫ് നിങ്ങൾ മാറ്റിയിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സെൽഫ് ബിലീഫ്, നിങ്ങൾക്കൊരു ഹാബിറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ എടുക്കുക, നിങ്ങൾക്ക് ഒരു വെയിറ്റ് ലോസ് നടത്തണം, അതിന് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്ന സമയത്തല്ല. സോ നിങ്ങൾക്ക് ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ രാവിലെ എണ്ണിക്കുന്നു, വാഷ്റൂമിൽ പോകുന്നു, അൺലോഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഒരു ഗോൾ ആയിരിക്കും. ചിലപ്പോൾ അതൊരു ഡീപ്പ് വർക്ക് ആയിരിക്കും, ചിലപ്പോൾ ചിലവർക്ക് അത് പഠിക്കുന്നതായിരിക്കും, ചിലവർക്ക് അത് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതായിരിക്കും, സൈഡ് ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും, ചിലവർക്ക് അത് വർക്കൗട്ട് ആയിരിക്കാം. സോ നിങ്ങൾ ലൈഫിൽ ഏതാണോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോള്, അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ഒരു ദിവസം ചെയ്താൽ പറ്റത്തില്ല, രണ്ടാമത്തെ ദിവസം ചെയ്താൽ പറ്റത്തില്ല, മൂന്നാമത്തെ ദിവസം ചെയ്യാൻ പറ്റത്തില്ല. മിനിമം നിങ്ങൾ 21 ദിവസം ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമെന്ന് നിങ്ങൾ ഒരു സെൽഫ് ബിലീഫ് ബിൽഡ് ചെയ്തെടുത്തിട്ട് കണ്ടിന്യൂസ്ലി ചെയ്യണം. നിങ്ങൾക്ക് ഒരു നല്ല ഗോളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് 21 ദിവസം മാത്രം ടാർഗറ്റ് വെക്കുന്നു? ഈ മീഡിയ എല്ലാം നിങ്ങളോട് പറഞ്ഞു തരുന്നത് 21 ദിവസം ചെയ്താൽ നിങ്ങൾക്ക് ഹാബിറ്റ് എഴുതും. ഓക്കെ, അത് ഹാബിറ്റ് പോലെ ആവും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ചെയ്തു നോക്കിയിട്ടുള്ളത്. പക്ഷെ അതൊരു ഗുഡ് ഹാബിറ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് 21 ദിവസം? നിങ്ങൾക്ക് ലൈഫ് ലോങ് അത് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഗ്രസ് കിട്ടത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ബ്രോ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്. നിങ്ങൾ രാവിലെ എണീക്കുന്നു, വാഷ്റൂമിൽ പോകുന്നു, ഇന്നലെ കഴിച്ചതൊക്കെ അൺലോഡ് ചെയ്യുന്നു, ദെൻ യു ഡു ദ വർക്ക്. സോ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. മനസ്സിലായി? നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് നോക്കി, റാറ്റിന്റെ കൂട്ട് ലൈഫുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നത് എന്തോന്ന് അറിയാം? രാവിലെ എണീക്കുന്നു, അൺലോഡ് ചെയ്യുന്നു, ഫോണും കൊണ്ട് തന്നെ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് എല്ലാവരുടെയും ലൈഫ്. എല്ലാവരും ഇപ്പൊ മാടാണ്. സോ ബ്രോ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റാറ്റാണ്. ഒരു റാറ്റിന്റെ ലൈഫ് സ്റ്റൈൽ ആണ് ബ്രോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾ ഈ 24 മണിക്കൂർ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാതെ, ആനിമെ കണ്ടുകൊണ്ടിരിക്കാതെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫിലിം സ്റ്റാറിന്റെ അടുത്ത മൂവി ഏതാ ഇറങ്ങുന്നതെന്നും കണ്ടിരിക്കാതെ, നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങൾ രാവിലെ എണീക്കുന്നു, വാഷ്റൂമിൽ പോകുന്നു, ദെൻ യു ഡു ദ വർക്ക്. സോ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് ഇത് ഞാൻ ഇത് പറയുന്നു എന്ന് വെച്ചാൽ, ഇതിന് വേറൊരു സീക്രട്ടും കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു 50 ദിവസമൊക്കെ ചെയ്യുന്നു, ഒരു 100 ദിവസമൊക്കെ ചെയ്യുന്നു ബ്രോ, പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറി. എന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ എണീക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, രാവിലെ എണീക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, ഡീപ്പ് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ രാവിലെ എണീക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, നിങ്ങൾ നടക്കാൻ പോകുന്നു. സി, അതൊരു ഹാബിറ്റ് ആയിട്ട് തന്നെ നിങ്ങളെ മാറും. സി, എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ, ഞാൻ
ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയ കാര്യമാണ്. ഞാനൊന്ന് രാവിലെ ആണ് ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്തത്. ബട്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത് ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കും. നിങ്ങളോട് ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാം. വർക്കൗട്ട് ചെയ്യാൻ ഒരു കുട്ടിയായിട്ട് ചുമ്മാ രാവിലെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ പാടാണ് രാവിലെ. എനിക്കറിയാം ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഞാൻ വൈകിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കി. വൈകിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കോഫി ഒക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇന്റൻസിറ്റി ആയിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ ബ്രോ. നമ്മൾ ഈ ലോങ് ടൈമിലാണ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നത് ഒന്ന്. പിന്നെ നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, നമുക്ക് കിട്ടുന്ന സന്തോഷവും, നമുക്ക് ബാക്കിയുള്ള എല്ലാ റാറ്റിനെയും നമ്മൾ തോപ്പിച്ച് നമ്മൾ റാറ്റ് ലൈഫിൽ നിന്നും ആ ഉടുപ്പ് ഊരിക്കളഞ്ഞിട്ട് നിങ്ങൾ വേറൊരു ലൈഫിലേക്ക് ട്രാൻസ്ഫോർമേഷൻ തന്നെ നടത്തുകയാണ്. സോ നിങ്ങൾ ലോങ് ടൈമിൽ ഇത് തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. ചിലപ്പം വൈകിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആഗ്രഹമുള്ളവർ കാണും, ഈ വീഡിയോ കാണും, നിങ്ങൾക്ക് ചിലപ്പോൾ വൈകിട്ട് വർക്കൗട്ട് ചെയ്യാനായിരിക്കും ആഗ്രഹമുള്ളത്. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് നല്ല ഗെയിൻ കിട്ടുന്നത് നമ്മൾ രാവിലെ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ചിലവർക്കൊക്കെ ഇപ്പം വൈകിട്ട് വർക്കൗട്ട് ചെയ്യാനായിരിക്കും കൂടുതലും താല്പര്യം. കാരണം അതിന് പ്രത്യേകിച്ച് സൈക്കോളജിപരമായിട്ട് കാരണമുണ്ട്. ബട്ട് എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ രാവിലെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പാടാണ്. സോ നിങ്ങൾ അതിനെ, നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ അപ്പോൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, ഡു ദ ഹാർഡ് വർക്ക് എസ്പെഷ്യലി വെൻ യു ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്. സോ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നുന്നത് ആ സമയത്ത് നിങ്ങളുടെ റാറ്റ് ബ്രെയിൻ പറയും ഇപ്പൊ ചെയ്യണ്ട, പിന്നെ ചെയ്യാം. ആ സമയത്ത് നിങ്ങളുടെ ഇമോഷനെ മാറ്റി വെച്ചിട്ട് ആ വർക്ക് നിങ്ങൾ ചെയ്തിരിക്കണം. ബ്രോ, എനിക്കിപ്പോ ഈ വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ല, ഇഷ്ടമില്ലെന്ന് വെച്ചോ. ബട്ട് ഞാൻ എന്റെ സെൽഫായിട്ട് കൺട്രോൾ ചെയ്ത് ഈ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ അത് ഞാൻ കറക്റ്റ് ആയിട്ട് എടുത്തിരിക്കും. ദാറ്റ് ഈസ് ദ സീക്രട്ട്. അത് കുറച്ചു പേർക്ക് മാത്രമേ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകത്തുള്ളൂ. ദാറ്റ് ഈസ് ദ സീക്രട്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഫോർമാറ്റിൽ തന്നെ ചെയ്തു വരണം. എന്നാലാണ് നിങ്ങൾക്ക് ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. രാവിലെ എണീക്കുന്നു, വാഷ്റൂമിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, നിങ്ങൾ ഡീപ് വർക്ക് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, കണ്ടോ, ടക്ക് 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 എന്ന് പറഞ്ഞ് നിങ്ങൾ കാര്യങ്ങൾ അടിച്ചടിച്ചെടുത്തുകൊണ്ടിരിക്കും. സോ എന്നാൽ മാത്രമേ നമുക്ക് ഈ റാറ്റിൽ നിന്നും ഈ ഈഗിളിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നടത്താൻ പറ്റത്തുള്ളൂ. ഇത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്നും ഒരു ഐഡിയ പോലും ഇല്ലാത്ത കാര്യമാണ്. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ കുറെ ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ, നിങ്ങൾ കുറെ റീൽസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി, ഞാൻ ഇപ്പൊ പോയി മറയ്ക്കാൻ പോകുന്നു തേങ്ങയാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കാൻ പൊങ്ങാത്ത ഒരു ഹാബിറ്റ് എടുത്ത് നിങ്ങളുടെ തലയിലോട്ട് പോകും. ബ്രോ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതൊരു മണ്ടത്തരമാണ്, പൊട്ടത്തരമാണ്. പൊട്ടന്മാരാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു ഹാബിറ്റ് ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് എടുത്ത് നിങ്ങളുടെ തലയിലോട്ട് വെക്കുന്നത് പൊട്ടത്തരമാണ്. അങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു? ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ അതാണെന്ന് പറഞ്ഞ് ചെയ്യും. എന്നിട്ട് എന്തോ 3 ദിവസം നിങ്ങൾക്ക് കൂടിപ്പോയാൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ബ്രോ, അങ്ങനെ തിങ്ക് ചെയ്യില്ല. അങ്ങനെ തിങ്ക് ചെയ്യുന്നത് റാറ്റ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് അങ്ങനല്ല വേണ്ടത്. എനിക്ക് നിങ്ങളെ അങ്ങനല്ല വേണ്ടത്. എനിക്ക് നിങ്ങളെ ഡിസിപ്ലിൻഡ് ആയിട്ട് ലോങ് ടൈമിൽ തിങ്ക് ചെയ്യുന്ന, ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, നമുക്കൊരു ഗ്രൂപ്പായിട്ട്, ട്രൈബായിട്ട്, നമുക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് നിങ്ങളെ വേണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു, ഇത് ബ്യൂട്ടിഫുൾ ആൻഡ് സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയുള്ള കാര്യമാണെങ്കിലും അത് നിങ്ങൾക്ക് സസ്റ്റെയിൻ ആയിട്ട്, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, സസ്റ്റെയിൻ ആയിട്ട് ലോങ് ടൈമിൽ ചെയ്യാൻ പറ്റണം. ലോങ് ടൈമിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിലും, നിങ്ങൾ ഇപ്പോൾ എടുക്കുക, ഒരു പാരലോസിന്റെ ഒരു ജേർണി നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം മണി മേക്കിങ്ങിന്റെ ഒരു ജേർണി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യാൻ പോകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ സ്കിന്ന്, നിങ്ങളുടെ ലുക്ക് മാച്ചിങ് മൊത്തം നിങ്ങൾ ചെയ്യാൻ പോകുക. ഏതൊരു കാര്യമാണ് ബ്രോ നിങ്ങൾ എടുക്കുന്നതെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സീക്രട്ട് ആണ്. നിങ്ങൾക്ക് വിൻ ചെയ്യണമെങ്കിൽ, ലോങ് ടൈമിൽ നിങ്ങൾക്ക് വിൻ ചെയ്യണമെങ്കിൽ ബ്രോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ലോങ് ടൈമിൽ തിങ്ക് ചെയ്തിരിക്കണം. നിങ്ങൾ എടുക്കുന്ന ഒരു ഗോൾ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ട്. ആ ഗോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്നും ചെയ്തു പോകാൻ പറ്റുമോ എന്ന് നോക്കണം. ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവൻ അങ്ങോട്ട് കയറി ചെന്ന് വലിയ ജാട കാണിച്ച് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഉള്ള കട്ടയെല്ലാം കൂടെ വാരിയിട്ടിട്ട് 100 കിലോയുടെ ചെസ്റ്റ് അടിച്ചാൽ എന്താവും? അവന്റെ പെടല് ഒടിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. അവൻ പിറ്റേ ദിവസം അല്ല മാസം കഴിഞ്ഞിട്ട് അവന് വരാൻ പറ്റത്തില്ല ജിമ്മിൽ. അങ്ങനെയുള്ളവർ എവിടാണ് എത്തിച്ചേരുന്നത്? അവർക്ക് 3 മാസം മാത്രം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. then they will fucking drop. സോ നമുക്ക് അങ്ങനല്ല വേണ്ടത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നിങ്ങൾ ഹാബിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുക, അൺലോഡ് ചെയ്യുക, ഡൂ ദ വർക്ക്, ടക്ക് ടക്ക് ടക്ക്, അങ്ങനെ ആ രീതിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കി, നിങ്ങൾ ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കൗട്ടും മെഡിറ്റേഷനും ഒക്കെ വൈകുന്നേരം ഒക്കെ സമയത്ത് വെക്കുകയാണെങ്കിൽ ബ്രോ ഉള്ള കുഴപ്പം എന്തെന്നറിയാം? നിങ്ങൾ അത് ഇതുവരെയ്ക്കും തിങ്ക് ചെയ്തിട്ടില്ലായിരിക്കും.
നമുക്ക് ചില സമയത്ത് നമ്മളെ വീട്ടുകാർ എങ്ങോട്ടെങ്കിലും വിളിക്കും, ചില സമയത്ത് നമുക്ക് എവിടെങ്കിലും പോകേണ്ട വരുമായിരിക്കും, ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അർജന്റ് ആയിട്ട് എവിടെങ്കിലും പോകേണ്ട വരുമായിരിക്കും. ചിലപ്പം നിങ്ങൾ വെച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 5 മണി 3 മണി 4 മണി സമയത്തായിരിക്കും നിങ്ങളുടെ വർക്കൗട്ടും മെഡിറ്റേഷനും വെച്ചിരിക്കുന്നത്. സോ ആ സമയത്താണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ നിങ്ങൾ എങ്ങനെ പോകും? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, രാവിലെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ, രാവിലെ ചെയ്യാൻ പാടാണ്, രാവിലെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പാടാണ്, മെഡിറ്റേഷൻ ചെയ്യാൻ പാടാണ്, എല്ലാം എനിക്കറിയാം. ബട്ട് നിങ്ങൾ ആ ഡിസിപ്ലിൻ ആക്കിയിട്ട് നിങ്ങൾ അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം പോലും അത് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഹാർഡ് വർക്ക് ആയിട്ട് നിങ്ങളുടെ ഒപ്പോണന്റിനെ ഇടിച്ച് നശിപ്പിച്ച് കളയാൻ പറ്റും. മനസ്സിലായോ? സോ ആ രീതിയിൽ തിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ ലോങ് ടൈമിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കല്ല് എടുക്കുക. വലിയ കല്ലെടുത്തിട്ട് ഞാൻ അങ്ങനെ ഇതാന്ന് പറഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അയ്യോ എന്റെ എല്ലാം പോയി, എന്റെ ജീവിതം തകർന്നേ എന്ന് ചെയ്തിട്ട് ആ മെന്റാലിറ്റി കൊണ്ട് പോയിട്ട് കാര്യമില്ല ബ്രോ. ഓക്കെ, സോ ഈ 3 കാര്യങ്ങൾ വളരെ വളരെ അറിഞ്ഞിരിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഹാബിറ്റ് സൂപ്പർ തിങ് ആണ്. ഹാബിറ്റ് നല്ലോണം ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് രാവിലെ മെഡിറ്റേഷൻ ചെയ്തു, വർക്കൗട്ട് ചെയ്തു, രാവിലെ 4 മണിക്ക് എണീച്ചു. ബട്ട് 4:30ക്ക് എണീച്ചു. 4:30ക്ക് എണീച്ചിട്ട് ചുമ്മാ ജസ്റ്റ് ഇരുന്നേ ഉള്ളൂ. ഡീപ്പ് വർക്ക് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് കുത്തിയായിട്ടിരുന്നു. ഞാൻ ഫുൾ റെസ്പോൺസിബിലിറ്റി. സോ നാളെ രാവിലെ എണീക്കണമെന്ന് ആഗ്രഹമുണ്ട്. കീപ് എ ഹാബിറ്റ്, ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ് യു ക്യാൻ ഡു. വേറെ ഒന്നും നിങ്ങൾ ചിന്ത ചെയ്യേണ്ട, വേറെ ഒരു ഹാബിറ്റിന്റെ വീഡിയോ നിങ്ങൾ കാണാൻ പോകണ്ട. ബട്ട് ഇത് തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം. ആൻഡ് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, എത്രമാത്രം വാല്യൂ കിട്ടുന്ന വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ട്, അതുപോലെ ഈ ന്യൂസ്, നെഗറ്റീവ് ന്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ മൈൻഡിന്റെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ മൈൻഡിന്റെ ഹെൽത്ത്, നിങ്ങളുടെ മൈൻഡിന്റെ ഫ്രീക്വൻസി, നിങ്ങളുടെ മൈൻഡിന്റെ സമാധാനം നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക. എനിക്കറിയാം ബ്രോ, നമ്മൾ ആ റാറ്റ് ലൈഫിൽ കൂടെ ആയിരിക്കും നമ്മൾ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. എനിക്കറിയാം ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഈ പുതിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഈവൻ 20% ആൾക്കാർക്ക് മാത്രമേ ഇൻഫോർമേഷൻ കിട്ടുന്നുള്ളൂ. 20% ആൾക്കാരിൽ 10% ആൾക്കാർ മാത്രമേ ഇത് എനിക്ക് വേണം, എന്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയുന്നത് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ നോക്കൂ, കണ്ണിലൊരു ഇത് കെട്ടിക്കൊണ്ട്, തുണിയും കെട്ടിക്കൊണ്ട് ബാക്കിയുള്ളവർ പോകുന്ന റൂട്ടിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും, ഒരു റാറ്റായിട്ട്. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ല നമുക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ ജേർണി തുടങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ജേർണിയിൽ ഇപ്പൊ ആണെങ്കിൽ, ഐ കൺഗ്രാജുലേറ്റ് യു. എന്റെ മനസ്സിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഐ കൺഗ്രാജുലേറ്റ് യു. നമുക്കിത് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു സെൽഫ് ബിലീഫ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കണം. നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നതിലോട്ട് മോട്ടിവേഷൻ അല്ല. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയി പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിവില്ലെന്നാണ് അതിന്റെ അർത്ഥം. മോട്ടിവേഷൻ ഒക്കെ ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് തോന്നുമായിരിക്കും. ബട്ട് മോട്ടിവേഷൻ ഇസ് എ ക്രാഫ്റ്റിംഗ്. മോട്ടിവേഷൻ അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ഡിസിപ്ലിൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോട്ട് ഒന്ന് ഓർത്ത് വെച്ചു, ഡു ദ ഹാർഡ് വർക്ക് എസ്പെഷ്യലി വെൻ യു ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടാണ്, അടിപൊളിയായിട്ടാണ് കോട്ടാണ്. സോ ഹാപ്പി ആയിട്ടിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. യു വിൽ നെവർ വാക്ക് അലോൺ ബിക്കോസ് വി ആർ ദ സെഡ് ഗ്രൂപ്പ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ദിസ് ഈസ് ദ ബിഗിനിങ്. ലവ് യു ബ്രദർ. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഡിലേറ്റ് ഗ്രാറ്റിഫിക്കേഷൻ സീക്രട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കൂ. ടാറ്റാ.